നമസ്കാരം. എല്ലാവർക്കും PSC വാറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2024 ഇയർ എൻഡർ എന്ന മാതൃഭൂമിയുടെ ഒരു ബുക്ക്ലെറ്റ് ആണ്. അപ്പോൾ ഇതിൽ കവർ ചെയ്യുന്നത് ലോകം, ഇന്ത്യ, കേരളം, കായികം എന്നീ ടോപ്പിക്കുകളിൽ പ്രധാനമായിട്ട് നടന്ന ചോദ്യങ്ങളാണ്. അപ്പം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലോകം. ഒപ്റ്റിമസ് ഉപഗ്രഹം വിക്ഷേപിക്കുന്നതിന് ISRO ഏത് രാജ്യവുമായാണ് കരാറിൽ ഏർപ്പെട്ടത്? ഓസ്ട്രേലിയ. 2024 ആരംഭിച്ച US, ജപ്പാൻ, ദക്ഷിണ കൊറിയ രാജ്യങ്ങളുടെ സംയുക്ത സൈനികാഭ്യാസം ഫ്രീഡം എഡ്ജ്. 2024 ജൂലൈയിൽ അന്തരിച്ച അൽബേനിയൻ നോവലിസ്റ്റ് ഇസ്മായിൽ ഖാദറെ. 2005 മാൻ ബുക്കർ പ്രൈസ് ജേതാവാണ് അദ്ദേഹം. 2024 ജൂലൈയിൽ 6 മാസത്തേക്ക് യൂറോപ്യൻ യൂണിയൻ കൗൺസിലിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത രാജ്യം ഹംഗറി. നെതർലൻഡ്സിൻ്റെ പുതിയ പ്രധാനമന്ത്രി ഡിക് സ്കൂഫ്. 46ാമത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കോൺഫറൻസിൻ്റെ വേദി ഇന്ത്യ. 24ാമത് SCO ഉച്ചകോടിയുടെ വേദി അസ്താന, കസഖ്സ്ഥാൻ. ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സ് 2024 ഒന്നാമതെത്തിയ നഗരം വിയന്ന, ഓസ്ട്രിയ. 2024 57ാമത് ആസിയാൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് വേദിയായ രാജ്യം ലാവോസ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസിൻ്റെ ചിത്രം 2024 പകർത്തിയ നാസയുടെ ഓർബിറ്റർ മാർസ് ഒഡീസി. ബ്രിട്ടൻ്റെ പുതിയ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. 650 അംഗ പാർലമെൻറ്റിൽ 412 സീറ്റ് നേടിയാണ് ലേബർ പാർട്ടി ഇപ്രാവശ്യം അധികാരം പിടിച്ചെടുത്തത്. കെയർ സ്റ്റാമറിൻ്റെ 25 അംഗ ക്യാബിനറ്റിൽ എത്ര വനിതകളാണ് ഉള്ളത്? 11. HIV തടയാനുള്ള കുത്തിവയ്പ് മരുന്ന് ലെനാകാപവീർ. 4000 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടം കണ്ടെത്തിയ രാജ്യം പെറു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഓർഡർ ഓഫ് ദ സെന്റ് ആൻഡ്രൂ ദി അപ്പോസ്തൽ. വ്ളാഡിമിർ പുടിനാണ് ബഹുമതി സമ്മാനിച്ചത്. 2024 ജൂലൈയിൽ ഫ്രാൻസിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ പട്ടം ലഭിച്ച ഇന്ത്യൻ സംരംഭക റോഷ്നി നാഡാർ. 2024 പാറ്റ് ടിൽമാൻ അവാർഡ് ജേതാവ് പ്രിൻസ് ഹാരി. റഷ്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ ഓൺലൈൻ പത്രം മോസ്കോ ടൈംസ്. AI സൃഷ്ടിക്കായുള്ള സൗന്ദര്യ മത്സരത്തിൽ വിജയകിരീടം നേടിയത് കെൻസ ലൈലി. ഇന്ത്യ, ശ്രീലങ്ക, മൗറീഷ്യസ്, മാൽദ്വീപ് എന്നിവ ഉൾക്കൊള്ളുന്ന കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൽ 5ാമതായി അംഗമാകുന്നത് ബംഗ്ലാദേശ്. നേപ്പാളിൻ്റെ പുതിയ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി. 100ലേറെ വർഷങ്ങൾക്ക് ശേഷം പൊതുജനങ്ങൾക്ക് നീന്താനായി തുറന്നുകൊടുത്ത ഫ്രഞ്ച് നദി സെൻ നദി. ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യമായി ആദായ നികുതി ഏർപ്പെടുത്തിയത് ഒമാൻ. ജൻ ഔഷധി കേന്ദ്രം തുറന്ന ആദ്യ വിദേശ രാജ്യം മൗറീഷ്യസ്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റായി തുടർച്ചയായ 2ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ഉർസല വോൺ ഡെർ ലെയൻ. UN ഏജൻസിയായ UNHCRൻ്റെ കണക്ക് പ്രകാരം 2023 ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളുള്ള രാജ്യം സിറിയ. ഏറ്റവും കൂടുതൽ പേർ അഭയം തേടിയെത്തിയ രാജ്യം ഇറാനാണ്. 2024 ലോക ജനസംഖ്യാ നയത്തിൻ്റെ പ്രമേയം ടു ലീവ് നോ വൺ ബിഹൈൻഡ്, കൗണ്ട് എവരിവൺ. ഏത് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കവെയാണ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റത്? പെൻസിൽവേനിയ. ബ്രിട്ടനിൽ സാംസ്കാരിക കായിക വകുപ്പ് മന്ത്രിയായ ഇന്ത്യൻ വംശജ ലിസി നന്ദി. ഇൻ്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ആദ്യ ഏഷ്യൻ പുരുഷ താരങ്ങൾ ലിയാണ്ടർ പേസ്, വിജയ് അമൃത്രാജ്. 2024 ജൂലൈയിൽ ചൊവ്വയിൽ സൾഫർ സാന്നിധ്യം കണ്ടെത്തിയ നാസയുടെ റോവർ ക്യൂരിയോസിറ്റി. 2020 ഗാന്ധി മണ്ടേല പീസ് അവാർഡ് നേടിയത് റിഗോബെർത്ത മെൻചുടൂം. ലോകത്ത് ആദ്യമായി ബയോമെട്രിക് സ്മാർട്ട് ട്രാവൽ രീതി നടപ്പാക്കിയ അന്താരാഷ്ട്ര വിമാനത്താവളം അബുദാബി സാഹിദ് അന്താരാഷ്ട്ര വിമാനത്താവളം.
അടുത്തിടെ ന്യൂകാസിൽ രോഗം പടർന്നു പിടിച്ചതിനെ തുടർന്ന് മൃഗങ്ങളുടെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ബ്രസീൽ. 2024 ജൂലൈയിൽ ചൈന, തായ്വാൻ എന്നിവിടങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ് ഗെയ്മി. അടുത്തിടെ ചന്ദ്രനിൽ ജലത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ചൈന ദൗത്യം ചാങ്-ഇ-6. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ 10ാമത്തെ ഫുൾ ടൈം അംഗം ബെലാറസ്. 86 വർഷത്തിനിടെ ഏറ്റവും ചൂടേറിയ ദിനമായത് 2024 ജൂലൈ 22. അടുത്തിടെ എംപോക്സ് വേരിയന്റ് പടർന്നു പിടിച്ച ആഫ്രിക്കൻ രാജ്യം കോങ്കോ. അടുത്തിടെ ഡാർക്ക് ഓക്സിജൻ കണ്ടെത്തിയ സമുദ്രഭാഗം പസഫിക് സമുദ്രം. അടുത്തിടെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ അൽഫാവ് ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യ. ബ്രിട്ടനിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി റേച്ചൽ റീവ്സ്. 2024 ജൂലൈയിൽ കരീബിയൻ രാജ്യങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ബെറിൽ. ഔറോപൗഷെ വൈറസ് ബാധിച്ച് മരണം സ്ഥിരീകരിച്ച ആദ്യ രാജ്യം ബ്രസീൽ. 7 ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് നയതന്ത്രജ്ഞരെ തിരിച്ചു വിളിച്ച രാജ്യം വെനസ്വേല. 2024 ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 39. 2024 ഫിജിയുടെ പരമോന്നത ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ഓർഡർ ഓഫ് ഫിജി ലഭിച്ച ഇന്ത്യൻ ഭരണകർത്താവ് ദ്രൗപദി മുർമു. ഫിജി പ്രസിഡന്റ് റതു വില്യം മെയ്വലിലി കത്തോണി വരെയാണ് ബഹുമതി നൽകിയത്. 2024 ഗ്ലോബൽ ഫോർച്യൂൺ 500 ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാമതെത്തിയത് റിലയൻസ് ഇൻഡസ്ട്രീസ്. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ടീം വാൽസ്. ഇറാനിൽ കൊല്ലപ്പെട്ട ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയ. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായ ഇന്ത്യൻ വംശജ കമല ഹാരിസ്. 2024 ഓഗസ്റ്റിൽ ട്യൂണീഷ്യയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് കമൽ മധൂരി. സാമൂഹിക മാധ്യമമായ എക്സിന് അഥവാ ട്വിറ്റർ 10 ദിവസത്തെ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം വെനസ്വേല. 2024 ഓഗസ്റ്റിൽ നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ വോപാസ് എയർലൈൻ വിമാനാപകടം നടന്ന സ്ഥലം സാവോ പൗളോ, ബ്രസീൽ. അടുത്തിടെ IUCNൻ്റെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള സസ്യ ഇനം നീലക്കുറിഞ്ഞി. 2024 ഓഗസ്റ്റിൽ ഗ്രാൻഡ് കോളർ ഓഫ് ദി ഓർഡർ ഓഫ് തിമോർ ലെസ്റ്റെ ബഹുമതി ലഭിച്ച ഇന്ത്യൻ ഭരണാധികാരി ദ്രൗപദി മുർമു. 2024 ഓഗസ്റ്റിൽ റുവാണ്ടയുടെ പ്രസിഡന്റായത് പോൾ കഗാമെ. ഇന്തോനേഷ്യയുടെ പണി പൂർത്തിയാക്കിയ പുതിയ തലസ്ഥാനം നുസാന്തര. 2024 ഓഗസ്റ്റിൽ കാട്ടുതീ രൂക്ഷമായ യൂറോപ്യൻ രാജ്യം ഗ്രീസ്. 2024 ഓഗസ്റ്റിൽ ഇന്ത്യ സന്ദർശിച്ച മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം. തായ്ലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി പയേതുങ്ടാൻ ഷിനവത്ര. 2024 ഓഗസ്റ്റിൽ രാജിവെച്ച ഇറാൻ വൈസ് പ്രസിഡന്റ് ജവാദ് സരീഫ്. ഈ വർഷത്തെ ഡിസ്റ്റർബിംഗ് ദ പീസ് അവാർഡിന് അർഹയായത് അരുന്ധതി റോയ്. നിർബന്ധിത സൈനിക സേവനം പുനഃസ്ഥാപിക്കാൻ 2024 ഓഗസ്റ്റിൽ തീരുമാനിച്ച യൂറോപ്യൻ രാജ്യം ക്രൊയേഷ്യ. 2023 ആഗോള കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 8. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന് കരുതപ്പെടുന്ന വനിത മരിയ ബ്രന്യാസ്. അടുത്തിടെ നരേന്ദ്രമോദി സന്ദർശിച്ച ജം സാഹിബ് ഓഫ് നവ്നഗർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന രാജ്യം പോളണ്ട്. അപകടകാരികളായ മൃഗങ്ങളുടെ എണ്ണം കുറയ്ക്കാനായി രാജ്യത്തെ ചെങ്കരടികളെ കൊന്നൊടുക്കാൻ അനുമതി നൽകിയ രാജ്യം സ്വീഡൻ. അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിയൻ. ടെക്സസിലെ ഷുഗർലാൻഡ്സിലുള്ള ശ്രീ അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിലാണ് ഹനുമാനോട് സാദൃശ്യമുള്ള 90 അടി ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി, പെഗാസസ് ആൻഡ് ഡ്രാഗൺ എന്നിവയാണ് അമേരിക്കയിലുള്ള ഉയരം കൂടിയ പ്രതിമകൾ. ഇന്ത്യയിലെ ആദ്യത്തെ പുനരുപയോഗ ഹൈബ്രിഡ് റോക്കറ്റ് റൂമി 1 സ്പേസ് സോൺ ആണ് വികസിപ്പിച്ചത്.
സംവരണ വിഷയത്തിലെ കലാപത്തെ തുടർന്ന് രാജ്യം വിടേണ്ടി വന്ന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന സേനാ മേധാവി ജനറൽ വഖറുസ്മാൻ ആണ് രാജി തീരുമാനം പ്രഖ്യാപിച്ചത്. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൻ്റെ തലവനായി ചുമതലയേറ്റ നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനൂസ്. ടിമോറിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് സമ്മാനിച്ചത് ആര്? റാമോസ് ഹോർത്ത. റഷ്യയുടെ ഭരണത്തലപ്പത്ത് 25 വർഷം പൂർത്തിയാക്കിയ നേതാവ് വ്ളാഡിമിർ പുതിൻ. ഇന്ത്യ ഉൾപ്പെടെ 35 രാജ്യങ്ങളിലെ പൗരർക്ക് വിസരഹിത പ്രവേശനം അനുവദിച്ച രാജ്യം ശ്രീലങ്ക. അടുത്തിടെ ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ വജ്രഖനനം ചെയ്തത് എവിടെയാണ്? ബോട്സ്വാന. റൈറ്റ് ടു ഡിസ്കണക്ട് നിയമം നിലവിൽ വന്ന രാജ്യം ഓസ്ട്രേലിയ. ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം എന്നറിയപ്പെടുന്നത് മദാപ്പർ, ഗുജറാത്ത്. ഓസ്ട്രേലിയൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ജിൻസൺ ചാൾസ്. സാൻഡേഴ്സൺ ആണ് മണ്ഡലം. കായികം, യുവജനക്ഷേമം, മുതിർന്ന പൗരരുടെയും ശാരീരിക വെല്ലുവിളി നേരിടുന്നവരുടെയും ക്ഷേമം തുടങ്ങിയ വകുപ്പുകളാണ് ലഭിച്ചത്. ഫ്രാൻസിൽ അറസ്റ്റിലായ ടെലിഗ്രാം സ്ഥാപകൻ പാവേൽ ദുറോവ്. അടുത്തിടെ അന്തരിച്ച സ്റ്റാർഡസ്റ്റ് മാഗസിൻ്റെ സ്ഥാപകൻ നാരി ഹിര. 25ാമത് SCO ഉച്ചകോടിയുടെ വേദി പാകിസ്ഥാൻ. 2024 ഓഗസ്റ്റിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് അസ്ന. 2024 സെപ്റ്റംബറിൽ സാമൂഹിക മാധ്യമമായ എക്സിന് നിരോധനം ഏർപ്പെടുത്തിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ബ്രസീൽ. കമ്പനി പിഴയടച്ചതിനാൽ പിന്നീട് നിരോധനം പിൻവലിച്ചു. ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകിയ രാജ്യം നമീബിയ. വംശനാശ ഭീഷണി നേരിടുന്ന 100 കണക്കിന് തവളകളെ സംരക്ഷിക്കാൻ തീരുമാനിച്ച രാജ്യം ഓസ്ട്രേലിയ. 2024 മഗ്സസെ അവാർഡിന് അർഹനായ കർമ്മ മുൻഷോ ഏത് രാജ്യക്കാരനാണ്? ഭൂട്ടാൻ. 1999 ലോഡൻ ഫൗണ്ടേഷൻ സ്ഥാപിച്ചു. 2024 മഗ്സസെ അവാർഡ് ജേതാവായ വിയറ്റ്നാംകാരനായ മുയെൻ തി ഗോക് ഫുവോങ് ഏത് മേഖലയിലാണ് പ്രവർത്തിച്ചത്? വൈദ്യശാസ്ത്രം. യുദ്ധക്കെടുതി നേരിടുന്ന കുട്ടികളെ ചികിത്സിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഏത് മേഖലയിലെ പ്രവർത്തനമാണ് ഫർവിസ ഫർഹാൻ 2024 മഗ്സസെ അവാർഡ് നേടിക്കൊടുത്തത്? പരിസ്ഥിതി. ഇന്തോനേഷ്യക്കാരിയാണ്. 2024 മഗ്സസെ അവാർഡ് ജേതാവായ ജാപ്പനീസ് ആനിമേഷൻ സംവിധായകൻ ഹയവോ മിയാസാക്കി. 2024 മഗ്സസെ അവാർഡ് ലഭിച്ച തായ്ലൻഡിലെ സംഘടന റൂറൽ ഡോക്ടേഴ്സ് മൂവ്മെൻറ്റ്. കുഞ്ഞുങ്ങളെ ടെലിവിഷനോ ഡിജിറ്റൽ മീഡിയയോ കാണിക്കരുതെന്ന കർശന നിർദ്ദേശം മാതാപിതാക്കൾക്ക് നൽകിയ യൂറോപ്യൻ രാജ്യം സ്വീഡൻ. പരസ്പരം വിളിക്കാൻ പേരുകൾ ഉപയോഗിക്കുന്ന ജീവികളുടെ പട്ടികയിൽ അടുത്തിടെ ചേർക്കപ്പെട്ട ജീവി മർമോസൈറ്റ് കുരങ്ങ്. ബഹിരാകാശത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത കാഴ്സൺ കിച്ചർ, 21 വയസ്സ്. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി മിഷേൽ ബാർണിയർ ആധുനിക ഫ്രാൻസിൻ്റെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രിയാണ്. ബ്രിക്സ് ട്രേഡ് യൂണിയൻ ഫോറം 2024 വേദിയാകുന്നത് സോച്ചി, റഷ്യ. 2024 സെപ്റ്റംബറിൽ ചൈന, ഫിലിപ്പീൻസ് രാജ്യങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് യാഗി. ഓസ്ട്രേലിയൻ പ്രാദേശിക സർക്കാരിൽ മന്ത്രിയാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ജിൻസൺ ചാൾസ്. ഇൻഫോർമ കണക്ട് അക്കാദമിയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ആദ്യത്തെ ട്രില്യണറാകുന്ന വ്യക്തി ഇലോൺ മസ്ക്. അടുത്തിടെ ഇന്ത്യയുമായി സിവിൽ ന്യൂക്ലിയർ കരാർ ഒപ്പുവെച്ച രാജ്യം UAE. മലാല യൂസഫ്സായി നിർമ്മിച്ച ഡോക്യുമെൻ്ററി ദ ലാസ്റ്റ് ഓഫ് ദ സീ വിമൻ. UN ജനറൽ അസംബ്ലിയുടെ 79ാമത് സെഷൻ്റെ വേദി ന്യൂയോർക്ക്. അൽ നജാഹ് 2024 സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ വേദി ഒമാൻ. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ഫിജിയുടെ മുൻ പ്രധാനമന്ത്രി ആൽബർട്ടോ ഫുജിമോറി. 2024 സെപ്റ്റംബറിൽ ചന്ദ്രയാൻ 1 എന്ന ഗവേഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഇറാൻ. ജോർദാൻ പ്രധാനമന്ത്രിയായി നിയമിതനായത് ജാഫർ ഹസൻ.
യാഗി ചുഴലിക്കാറ്റ് ബാധിക്കുന്ന രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സദ്ഭാവന. റഷ്യയിലെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന സന്നദ്ധ സംഘടന ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്. ബ്രിക്സ് ലിറ്ററേച്ചർ ഫോറം 2024 വേദി കസൻ, റഷ്യ. ഓഷ്യൻ 2024 സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ റഷ്യ, ചൈന. 2024 സെപ്റ്റംബറിൽ പോളിയോ വാക്സിനേഷൻ നിർത്തിവച്ച രാജ്യം അഫ്ഗാനിസ്ഥാൻ. 2026 കോമൺവെൽത്ത് ഗെയിംസ് വേദി ഗ്ലാസ്ഗോ. പ്രൊപ്പൽഷൻ സംവിധാനത്തിൽ തകരാറുണ്ടായതിനെ തുടർന്ന് ബഹിരാകാശ നിലയത്തിൽ നിന്നും സെപ്റ്റംബർ 6 ഭൂമിയിൽ തിരിച്ചെത്തിയ പേടകം ബോയിങ് സ്റ്റാർലൈനർ. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് അനുര കുമാര ദിസനായകെ. അനുര ദിസനായകയുടെ പാർട്ടി ജനത വിമുക്ത പെരാമുന. 2024 സെപ്റ്റംബറിൽ പുലസൻ ചുഴലിക്കാറ്റ് വീശിയടിച്ച രാജ്യം ചൈന. മദർ മേരി കംസ് ടു മീ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ഓർമ്മ കുറിപ്പ് ആരുടേതാണ്? അരുന്ധതി റോയ്. ഗർഭാശയ ക്യാൻസർ നേരിടുന്നതിനായി ക്വാഡ് ആവിഷ്കരിച്ച സംവിധാനം ക്വാഡ് ക്യാൻസർ മൂൺഷോട്ട്. കുഷ്ഠരോഗ നിർമ്മാർജ്ജനം ചെയ്ത ആദ്യ രാജ്യമെന്ന് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചത് ജോർദാൻ. 2024 ലോക ഹൃദയ ദിനത്തിൻ്റെ പ്രമേയം യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ. ISROയുടെ വീനസ് ഓർബിറ്റർ മിഷനിൽ പങ്കുചേരുന്ന രാജ്യം സ്വീഡൻ. മെറ്റ അവതരിപ്പിച്ച ഓഗ്മെന്റഡ് റിയാലിറ്റി ക്ലാസ് ഒറിയോൺ. പ്രമേഹ സാധ്യത കുറയ്ക്കാൻ കഴിയുന്ന പുതിയ ഇനം അരി വികസിപ്പിച്ചത് IRRI ഫിലിപ്പീൻസ്. ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവാണ്. ഫോസിൽ ഇന്ധനങ്ങളുടെ പരസ്യം നിരോധിച്ച ലോകത്തെ ആദ്യത്തെ നഗരം ഹേഗ്. നോർത്തേൺ ലൈറ്റ്സ് എന്ന പദ്ധതി ആരംഭിക്കാൻ പോകുന്ന രാജ്യം നോർവേ. അടുത്തിടെ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് കീഴിൽ വന്ന ചിഹ്നഗ്രഹം 2024 PT5. 2024 സെപ്റ്റംബറിൽ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായത് ഹരിണി അമരസൂര്യ. സർവകലാശാല അധ്യാപിക കൂടിയായ ഹരിണി ശ്രീലങ്കയിലെ 3ാമത്തെ വനിതാ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ 297 പുരാവസ്തുക്കൾ തിരികെ നൽകാൻ അടുത്ത കാലത്ത് തീരുമാനിച്ച രാജ്യം USA. അടുത്തിടെ സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ രാജ്യം തായ്ലൻഡ്. ഏഷ്യ പവർ ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം USA. ചൈനയും ഇന്ത്യയുമാണ് അടുത്ത സ്ഥാനങ്ങളിൽ. ഏഷ്യ പസഫിക് മേഖലയിലുള്ള രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത്. അടുത്തിടെ മാർബർഗ് വൈറസ് ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം റുവാണ്ട. തെക്കൻ ലെബനനിലെ ബെയ്റൂത്തിൽ സെപ്റ്റംബർ 28 ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ മരണപ്പെട്ട ഹിസ്ബുള്ള മേധാവി ഹസൻ നസറുള്ള. ലെബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പ് നേതാവായ ഹസൻ നസറുള്ളയെ വധിക്കാൻ ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷൻ ന്യൂ ഓർഡർ. 2024 100ാം ജന്മദിനം ആഘോഷിച്ച മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ. പ്രവർത്തനം അവസാനിപ്പിക്കുന്ന റാഡ്ക്ലിഫ് ഓൺ സോർ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന രാജ്യം ബ്രിട്ടൻ. ക്രമസമാധാനം മെച്ചപ്പെടുത്താൻ കരസേനയ്ക്ക് 2 മാസത്തേക്ക് ജുഡീഷ്യൽ അധികാരം നൽകിയ രാജ്യം ബംഗ്ലാദേശ്. വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2023 പ്രകാരം ലോകത്ത് വായു മലിനീകരണം ഏറ്റവും രൂക്ഷമായ രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളത് ബംഗ്ലാദേശ്. USലെ കാലിഫോർണിയയിലുള്ള ഷ്മിറ്റ് ഓഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് 10,200 അടി ഉയരമുള്ള പർവ്വതം കണ്ടെത്തിയ സമുദ്രം പസഫിക് സമുദ്രം. സൗദി അറേബ്യയിൽ ഒരുങ്ങുന്ന ലോകത്തിലെ ആദ്യത്തെ ഇക്കോസിറ്റി ദ ലൈൻ. ഏഷ്യൻ സമുദ്ര മേഖലയിൽ സുരക്ഷാ സഹകരണത്തിനുള്ള നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ള ക്വാഡ് ഉച്ചകോടിക്ക് വേദിയായ US നഗരം ഡെലാവെയർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത്. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ തുടർച്ചയായി 14ാം വർഷവും ഒന്നാമതെത്തിയത് സ്വിറ്റ്സർലൻഡ്.
ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് പ്രസിദ്ധീകരിക്കുന്ന സ്ഥാപനം വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. ഏത് രാജ്യത്തിൻ്റെ അത്യന്താധുനിക ആണവ അന്തർവാഹിനി മുങ്ങിപ്പോയെന്നാണ് 2024 സെപ്റ്റംബറിൽ അമേരിക്കയുടെ പ്രതിരോധ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയത്? ചൈന. മെക്സിക്കോയുടെ പുതിയ പ്രസിഡന്റ് ക്ലൗഡിയ ഷെയ്ൻബോം. 2024 പ്രസിദ്ധീകരിച്ച ബ്രയാൻ ലാറയുടെ ഓർമ്മക്കുറിപ്പ് ലാറ ദ ഇംഗ്ലണ്ട് ക്രോണിക്കിൾസ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ പ്ലൂട്ടോയുടെ ഉപഗ്രഹം ഷാരോൺ. 2024 ഒക്ടോബറിൽ മൊസദിൻ്റെ ആസ്ഥാനത്തേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിൻ്റെ പേര് ഓപ്പറേഷൻ ടു പ്രോമിസ് 2. 2024 ഒക്ടോബറിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായക പ്രതിമ അനാവരണം ചെയ്യപ്പെട്ട അമേരിക്കൻ നഗരം സിയാറ്റിൽ. ഷാഗോസ് ദ്വീപസമൂഹത്തിൻ്റെ പരമാധികാരം മൗറീഷ്യസിന് കൈമാറുമെന്ന് പ്രഖ്യാപിച്ച രാജ്യം ബ്രിട്ടൻ. 2024 തായ്വാനിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ക്രാത്തോൺ. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഗൂഗിൾ ആരംഭിച്ച പദ്ധതി ഫ്രോഡ് പ്രൊട്ടക്ഷൻ പൈലറ്റ്. കാസ്റ്റിൽസ് എന്നറിയപ്പെടുന്ന ഹ്യൂമൻ ടവർ മത്സരം സംഘടിപ്പിക്കുന്ന രാജ്യം സ്പെയിൻ. 2024 ഒക്ടോബറിൽ ബ്ലൂംബർഗ് പുറത്തുവിട്ട ബില്യണർ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ളത് ഇലോൺ മസ്ക്. ഇന്ത്യയിൽ നിന്നും 1-ാം സ്ഥാനത്ത് മുകേഷ് അംബാനിയാണ്. 2024 ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിച്ച മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു. 2024 ഒക്ടോബറിൽ ട്യൂണീഷ്യയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് കൈസ് സെയ്ദ്. 2024 ഒക്ടോബറിൽ യുഎസിലെ ഫ്ലോറിഡയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മിൽട്ടൺ. 2024 ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന ട്രക്കോമ നിർമ്മാർജ്ജനം ചെയ്ത രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇന്ത്യ. 2024 അന്താരാഷ്ട്ര ബാലികാ ദിനത്തിൻ്റെ പ്രമേയം ഗേൾസ് വിഷൻ ഫോർ ദ ഫ്യൂച്ചർ. 2024 രസതന്ത്ര നൊബേൽ പുരസ്കാര ജേതാക്കൾ ഡേവിഡ് ബേക്കർ, ജോൺ ജമ്പർ, ഡിമീസ് ഹസബീസ്. US ശാസ്ത്രജ്ഞന്മാരാണ് ബെക്കറും ജമ്പറും. ഹസബീസ് ബ്രിട്ടീഷുകാരനാണ്. ഏത് മേഖലയിലെ സംഭാവനയ്ക്കാണ് ബെക്കറിന് സമ്മാനം ലഭിച്ചത്? കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾക്ക്. പ്രോട്ടീനുകളുടെ ഘടനകൾ പ്രവചിക്കുന്നതിനുള്ള മാർഗങ്ങൾ വികസിപ്പിച്ചതിനാണ് ജമ്പറിനും ഹസബീസിനും പുരസ്കാരം. 2024 വൈദ്യശാസ്ത്ര നൊബേൽ ജേതാക്കൾ വിക്ടർ അംബ്രോസ്, ഗാരി റൂക്കൻ. മനുഷ്യർ ഉൾപ്പെടെയുള്ള ബഹുകോശ ജീവികളുടെ ജീൻ റെഗുലേഷനെക്കുറിച്ച് പുതിയ തത്വം മുന്നോട്ട് വച്ചു. മൈക്രോ RNAയുടെ കണ്ടെത്തലിനും അത് വഹിക്കുന്ന പങ്കിനെക്കുറിച്ചും പഠനത്തിനുമാണ് പുരസ്കാരം. 2024 ഭൗതികശാസ്ത്ര നൊബേൽ ജേതാക്കൾ ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻറ്റൺ. മനുഷ്യ മസ്തിഷ്കത്തിലെ നാഡീകോശങ്ങളുടെ ശൃംഖലയ്ക്ക് സമാനമായ നിർമ്മിത ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് സാധ്യമാക്കുന്ന ഗവേഷണത്തിനാണ് പുരസ്കാരം. ഏത് സർവകലാശാലയിലെ പ്രൊഫസറാണ് ജെഫ്രി ഹിൻറ്റൺ? ടൊറൻഡോ. പ്രിൻസിപ്പൽ സർവകലാശാലയിലെ പ്രൊഫസർ ഇമെരിറ്റാണ് ജോൺ ഹോപ്ഫീൽഡ്. ഏത് രാജ്യക്കാരനാണ് ജോൺ ഹോപ്ഫീൽഡ്? US. ബ്രിട്ടീഷ് കനേഡിയൻ സാങ്കേതിക വിദഗ്ധനാണ് ഹിൻറ്റൺ. 2024 സാമ്പത്തിക ശാസ്ത്ര നൊബേലിന് അർഹരായത് ദാരോൺ അസ്മോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് A. റോബിൻസൺ. സാമ്പത്തിക അസമത്വം സംബന്ധിച്ച പഠനങ്ങൾക്കാണ് പുരസ്കാരം. 2024 സാഹിത്യ നൊബേലിന് അർഹനായത് ഹാൻ കാങ്. 2016 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവാണ്. ദ വെജിറ്റേറിയൻ, ദ വൈറ്റ് ബുക്ക്, ഹ്യൂമൻ ആക്ട്സ്, ഗ്രീക്ക് സൈലൻസ് എന്നിവയാണ് പ്രധാന രചനകൾ. സാഹിത്യ നൊബേലിന് അർഹയായ ആദ്യ ഏഷ്യൻ വനിത ഹാൻ കാങ്. സാഹിത്യ നൊബേൽ നേടുന്ന 18ാമത്തെ വനിതയാണ് ദക്ഷിണ കൊറിയക്കാരിയായ കാങ്. 2024 സമാധാന നൊബേലിന് അർഹമായ സംഘടന നിഹോൺ ഹിഡാൻക്യോ. 1956 ആരംഭിച്ചത്. ആണവായുധങ്ങളില്ലാത്ത ലോകം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്നു. സമാധാനത്തിൻ്റെ പ്രതീകമായി ജപ്പാൻകാർ കണക്കാക്കുന്ന കടലാസ് കുറ്റിയാണ്
സംഘടനയുടെ ലോഗോ. 2024 ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി വേദി ലാവോസ് 19ാമത് ഉച്ചകോടിയാണ്. 2024 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത സാമൂഹിക പ്രവർത്തകയും US അറ്റോർണി ജനറലുമായിരുന്ന റോബർട്ട് F. കെന്നഡിയുടെ ജീവിത പങ്കാളിയുമായിരുന്ന വനിത ഏതൽ കെന്നഡി. 2024 ഒക്ടോബറിൽ ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചു വിളിച്ചത്? കാനഡ. 2024 എത്ര പേരാണ് നൊബേൽ സമ്മാനത്തിന് അർഹരായത്? 10. പ്രിഡേറ്റർ ഡ്രോൺ കരാറിൽ ഇന്ത്യക്കൊപ്പം ഒപ്പിട്ട രാജ്യം? USA. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 105. 2026 ലോക പുസ്തക തലസ്ഥാനം റബാത്ത്, മൊറോക്കോ. 7ാമത് ഇന്റർനാഷണൽ സോളാർ അലയൻസ് അസംബ്ലി സമ്മേളനത്തിൻ്റെ വേദി ന്യൂഡൽഹി. അടുത്തിടെ ദേശീയ ബഹിരാകാശ പാനൽ അനുമതി നൽകിയ ഇന്ത്യയുടെ 5ാമത്തെ ചാന്ദ്ര ദൗത്യം ലൂപെക്സ് ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ. 2024 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഡാന. ഖത്തറാണ് പേര് നൽകിയത്. 2024 ഒക്ടോബറിൽ ബഹാമസ്, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ് ഓസ്കർ. 2024 ഒക്ടോബറിൽ യാർസ് ആണവ മിസൈൽ പരീക്ഷണം നടത്തിയ രാജ്യം റഷ്യ. 2024 ഒക്ടോബറിൽ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റായി സ്ഥാനമേറ്റത് പ്രബോവോ സുബിയാൻഡോ. 2024 ഒക്ടോബറിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI നടപ്പിലാക്കിയ രാജ്യം മാലദ്വീപ്. 2024 ഒക്ടോബറിൽ മലേറിയ വിമുക്തമായി പ്രഖ്യാപിക്കപ്പെട്ട രാജ്യം ഈജിപ്ത്. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയെന്ന് കാണിച്ച് പാകിസ്ഥാൻ സർക്കാർ നിരോധിച്ച അവകാശ സംഘടന പഷ്തൂൺ തഹാഫുസ് മൂവ്മെന്റ്. 1921 ശേഷം ആദ്യമായി അമേരിക്കയിലെ ടംബാംബോയിലേക്ക് നേരിട്ട് വീശിയടിച്ച ചുഴലിക്കാറ്റ് മിൽട്ടൺ. 2024 ഒക്ടോബറിൽ IQ എയർ പുറത്തുവിട്ട എയർ ക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരം ഏറ്റവും അന്തരീക്ഷ മലിനീകരണമുള്ള നഗരം ലാഹോർ, പാകിസ്ഥാൻ. ഉള്ളംകൈ സ്കാൻ ചെയ്തുകൊണ്ട് പണമിടപാട് നടത്താവുന്ന പാം പേ ടെക്നോളജി അവതരിപ്പിച്ച രാജ്യം ചൈന. 2024 ഒക്ടോബറിൽ അന്തരിച്ച പെറുവിലെ തത്വചിന്തകൻ ഫാദർ ഗുസ്താവോ ഗുട്ടിറസ് മെറീനോ. പാഡിങ്ടൺ എന്ന കഥാപാത്രത്തിന് പാസ്പോർട്ട് നൽകിയ രാജ്യം ബ്രിട്ടൻ. 2024 ഒക്ടോബറിൽ ബഹിരാകാശത്തു നിന്നും ഭൂമിയിൽ മടങ്ങിയെത്തിയ ദൗത്യം ക്രൂ 8. 2024 ഒക്ടോബറിൽ ട്രാമി ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം ഫിലിപ്പീൻസ്. ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിം 2025 ക്ലാസ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മരിയ ഷറപ്പോവ, ബോബ് ബ്രയാൻ, മൈക്ക് ബ്രയാൻ. 2024 ഒക്ടോബറിൽ iPhone 16 നിരോധിച്ച രാജ്യം ഇന്തോനേഷ്യ. 2024 ഏഷ്യ ക്ലീൻ എനർജി ഉച്ചകോടിയുടെ വേദി സിംഗപ്പൂർ. 2024 ലോക ക്ഷീര ഉച്ചകോടിയുടെ വേദി പാരീസ്. വിദേശ നാണ്യശേഖരത്തിൽ ലോകത്തിലെ 4ാമത്തെ വലിയ ശക്തിയായി മാറിയ രാജ്യം ഇന്ത്യ. ഈ വർഷത്തെ ആഗോള പട്ടിണി സൂചികയിൽ മുന്നിലെത്തിയ രാജ്യങ്ങൾ ബെലാറസ്, ബോസ്നിയ, ചിലി, ചൈന. സൊമാലിയ, യമൻ, ചാഡ്, മഡഗാസ്കർ, കോങ്കോ എന്നിവയാണ് കടുത്ത പട്ടിണി നേരിടുന്ന രാജ്യങ്ങളായി അവസാന 5ാം സ്ഥാനത്തുള്ള രാജ്യങ്ങൾ. പ്രഥമ ആഗോള പ്രകൃതി സംരക്ഷണ സൂചിക 1ാം സ്ഥാനത്തുള്ള രാജ്യം ലക്സംബർഗ്. എസ്തോണിയ, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളാണ് അടുത്ത സ്ഥാനങ്ങളിൽ. പ്രഥമ ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിലെ 180 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 176. 2024 റൂൾ ഓഫ് ലോ ഇൻഡെക്സിൽ 1ാമതുള്ള രാജ്യം ഡെൻമാർക്ക്, 2ാമത് നോർവ. 2024 റൂൾ ഓഫ് ലോ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 79. 2024 ഒക്ടോബറിൽ മായൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പായ മഹാനഗരം കണ്ടെത്തിയത് ഏത് രാജ്യത്താണ്? മെക്സിക്കോ. ബ്രിക്സിൻ്റെ 16ാം ഉച്ചകോടിക്ക് വേദിയായ റഷ്യൻ നഗരം കസാൻ. ഇത്തവണത്തെ ബ്രിക്സ് ഉച്ചകോടിയുടെ പ്രമേയം ആഗോള വികസനത്തിനും സുരക്ഷയ്ക്കുമായി ബഹുമുഖവാദം. ഐക്യരാഷ്ട്രസഭയുടെ ആഗോള
ജൈവവൈവിധ്യ ഉച്ചകോടിയുടെ വേദി കൊളംബിയ. മാസങ്ങൾ നീണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് ശേഷം വിയറ്റ്നാമിൽ അധികാരത്തിലെത്തിയത് ലുവോങ് കുവോങ് പട്ടാള ജനറലായിരുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ കാലാവധി 3 വർഷമായി ചുരുക്കുകയും പുതിയ ചീഫ് ജസ്റ്റിസിനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം പാർലമെന്റിന് നൽകുകയും ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം നൽകിയ രാജ്യം പാകിസ്ഥാൻ. ഇതുവരെയുള്ള മലേറിയ വിമുക്തമായ രാജ്യങ്ങളുടെ എണ്ണം 44. കോമൺവെൽത്ത് സെക്രട്ടറി ജനറലായി അടുത്ത കാലത്ത് നിയമിക്കപ്പെട്ടത് ഷിർലെ അയോർക്കർ ബോട്ട്ചെവി. 2024 ചോഗം സമ്മേളനത്തിന് വേദിയായ രാജ്യം സമോവ. 2024 വാക്കായി കോളിൻസ് നിഘണ്ടു തിരഞ്ഞെടുത്തത് ബ്രാറ്റ്. ഹ്വാസോങ് മിസൈൽ വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ദക്ഷിണ കൊറിയ. സൈക്കിൾ ഓടിക്കുമ്പോൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയ രാജ്യം ജപ്പാൻ. 2024 ഗൂഗിളിന് $20 ഡെസില്യൺ പിഴ ഏർപ്പെടുത്തിയ രാജ്യം റഷ്യ. സ്റ്റേറ്റ് മീഡിയ ഔട്ട്ലെറ്റുകളുടെയും സർക്കാർ അനുകൂല സംഘടനകളുടെയും യൂട്യൂബ് അക്കൗണ്ടുകൾ പുനഃസ്ഥാപിക്കാൻ വിസമ്മതിച്ചതിനാണ് പിഴ. ബോട്സ്വാനയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ഡൂമ ബോക്കോ. കൃത്രിമമായ സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാനായി യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി വിക്ഷേപിക്കുന്ന ദൗത്യം പ്രോബേ 3. 2024 ഡിസംബർ 4 വിക്ഷേപണം. പ്രോബേ 3 എവിടെ നിന്നാണ് വിക്ഷേപിക്കപ്പെടുന്നത്? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ. 9ാമത് ഗരുഡശക്തി സൈനിക അഭ്യാസത്തിൻ്റെ വേദി ഇന്തോനേഷ്യ. US ആസ്ഥാനമായ ഫിനാൻസ് മാഗസിൻ്റെ ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്കർക്കുള്ള പുരസ്കാരം ലഭിച്ചത് ശാക്തികാന്ത ദാസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുൻ ഗവർണർ. പ്രഥമ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടിക്ക് വേദിയായത് ന്യൂഡൽഹി. യുക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ റഷ്യയെ പിന്തുണച്ചെന്നാരോപിച്ച് 19 ഇന്ത്യൻ കമ്പനികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറിൽ ഇടം നേടിയ ഏക ഇന്ത്യൻ ഭാഷ ബംഗാളി. 2024 നവംബറിൽ അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡൊണാൾഡ് ട്രംപ്. വൈസ് പ്രസിഡന്റായി JD വാൻസ് തിരഞ്ഞെടുക്കപ്പെട്ടു. 4000 വർഷം പഴക്കമുള്ള പുരാതന നഗരമായ അൽ നത്താഫ് കണ്ടെത്തിയ രാജ്യം സൗദി അറേബ്യ. 2024 നവംബറിൽ അന്തരിച്ച പ്രഥമ ലോക സുന്ദരിപ്പട്ടം നേടിയ വ്യക്തി കിക്കി ഹക്കൻസൺ. വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫ് ആകുന്ന ആദ്യ വനിത സൂസി വൈൽസ്. 2024 മുതൽ 2026 വരെ ഇന്റർനാഷണൽ സോളാർ അലയൻസിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഇന്ത്യ. ആദ്യത്തെ മഞ്ഞുവീഴ്ച അനുഭവിച്ച സൗദി അറേബ്യയിലെ മരുഭൂമി മേഖല അൽ ജൗഫ്. പ്രവേശന പ്രക്രിയകൾ എളുപ്പമാക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് വിസ പദ്ധതി അവസാനിപ്പിക്കുന്ന രാജ്യം കാനഡ. 2024 കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി ബക്കു, അസർബൈജാൻ. 2024 നവംബറിൽ അമേരിക്കയുടെ പുതിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് മൈക്കൽ വാൾട്സ്. 2024 ബുക്കർ പുരസ്കാര ജേതാവ് സമാന്ത ഹാർവി. 2024 അവസാനത്തെ സൂപ്പർ മൂൺ ദൃശ്യമായത് എന്നാണ്? നവംബർ 16. 2024 നവംബറിൽ അന്തരിച്ച ബ്രിട്ടീഷ് ചലച്ചിത്ര നടൻ തിമോത്തി വെസ്റ്റ്. 2024 നവംബറിൽ മൗറീഷ്യസിൻ്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നവീൻ റാംഗുലാൽ. കുത്തക വിരുദ്ധ നിയമം ലംഘിച്ചതിന് മെറ്റയ്ക്ക് 80 കോടി രൂപ പിഴ വിധിച്ചത് യൂറോപ്യൻ യൂണിയൻ. മെക്സിക്കോയിൽ നടന്ന മിസ് യൂണിവേഴ്സൽ മത്സരത്തിൻ്റെ 73ാം പതിപ്പിൽ ഈ വർഷത്തെ മിസ് യൂണിവേഴ്സ് കിരീടം സ്വന്തമാക്കിയ വിക്ടോറിയ കേജർ ഏത് രാജ്യക്കാരിയാണ്? ഡെൻമാർക്ക്. ഡെൻമാർക്കിൽ നിന്നും ഈ പദവി നേടുന്ന ആദ്യ വനിതയാണ്. മിസ് നൈജീരിയ ചിഡിമ അഡറ്റ്ഷീന 2ാം സ്ഥാനവും മെക്സിക്കോയുടെ മരിയ ഫെർണാണ്ടസ് 3ാം സ്ഥാനവും നേടി. 2024 മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത് റിയ സിൻഹ. 2024 നവംബറിൽ ഫിലിപ്പീൻസിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ്
മാൻയി, പ്രാദേശികമായി പെപ്പിറ്റോ എന്നറിയപ്പെടുന്നു. 2024 നവംബറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൈജീരിയ സമ്മാനിച്ച ബഹുമതി ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് നൈജർ. പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനീബു ആണ് ബഹുമതി സമ്മാനിച്ചത്. ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സുമായി ചേർന്ന് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം GSAT-20 4700 കിലോഗ്രാം. GSAT-20 ഭ്രമണപഥത്തിൽ എത്തിച്ച റോക്കറ്റ് ഫാൽക്കൺ 9. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 2024 നവംബറിൽ ബാർബഡോസ് സമ്മാനിച്ച ബഹുമതി ഓണററി ഓർഡർ ഓഫ് ഫ്രീഡം ഓഫ് ബാർബഡോസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് സിലോഫർ പഞ്ചാമൃത കലശം സമ്മാനമായി ലഭിച്ച വിദേശരാജ്യ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനൂബു. മൂന്നാമത്തെ ആഗോള ചരക്ക് ഉച്ചകോടി വേദി ദുബായ്. രണ്ടാമത് കാരിക്കോം ഇന്ത്യ ഉച്ചകോടിയുടെ വേദി ഗയാന. എക്സിന് അഥവാ ട്വിറ്ററിന് ബദലായി ജാക്ക് ഡോർസി അവതരിപ്പിച്ച പുതിയ പ്ലാറ്റ്ഫോം ബ്ലൂ സ്കൈ. കാലാവസ്ഥാ വ്യതിയാന സൂചിക 2025 ഇന്ത്യയുടെ സ്ഥാനം 10. ഗ്ലോബൽ സോയിൽ കോൺഫറൻസ് 2024 വേദി ന്യൂഡൽഹി. കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ 2024 വേർഡ് ഓഫ് ദ ഇയർ മാനിഫെസ്റ്റ്. G20 രാജ്യങ്ങളിൽ സാമ്പത്തിക വളർച്ചയിൽ ഒന്നാമതുള്ള രാജ്യം ഇന്ത്യ. അധികാരത്തിലിരിക്കെ ആമസോൺ കാടുകൾ സന്ദർശിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. എയർ ടു എയർ ഇന്ധനം നിറയ്ക്കുന്നതിൽ ഇന്ത്യയുമായി കരാർ ഒപ്പുവെച്ച രാജ്യം ഓസ്ട്രേലിയ. 2024 നവംബറിൽ UK-യിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ബർട്ട്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹിക മാധ്യമ ഉപയോഗം വിലക്കുന്ന ബിൽ പാസാക്കിയ രാജ്യം ഓസ്ട്രേലിയ. 2024 നവംബറിൽ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് മസാറ്റോ കാണ്ട. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന G20 ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തത് നരേന്ദ്രമോദി. ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4. റഷ്യ, US, ചൈന എന്നിവയാണ് ഈ സാങ്കേതികവിദ്യയുള്ള മറ്റ് രാജ്യങ്ങൾ. രാജ്യത്ത് പട്ടാള നിയമം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ഇംപീച്ച് ചെയ്യപ്പെട്ട ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സുക് യോൾ. വിമത മുന്നേറ്റത്തിൽ സ്ഥാനഭ്രഷ്ടനായി പലായനം ചെയ്യേണ്ടി വന്ന സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിച്ചു. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ആണെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളെ കൂടി എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.